നമസ്കാരം. ഡെമോക്രസിയാണ് ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. SBIയുടെ പിടിച്ചുപറിയെ ചോദ്യം ചെയ്ത് മണിമന്ത്രിയും DYFI സഖാക്കളും. ബാങ്ക് ഇടപാടുകാരിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിച്ചിട്ടുള്ള പിഴകളും സർവീസ് ചാർജുകളും അതിൽ വരുത്തിയിരിക്കുന്ന വർധനയും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സണ്ണി ജോസഫിന്റെ അമ്പ് കുടുങ്ങി S രാജേന്ദ്രൻ ഇടഞ്ഞു. കളക്ടറെയും സബ് കളക്ടറെയും അവരെ വിളിച്ച പേരുകളൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. എന്തായിരുന്നു ആ മഹാങ്ങന്റെ സ്വപ്നം പറഞ്ഞേ? ഇടഞ്ഞ രാജേന്ദ്രൻ PT തോമസിന് നേരെ ചിഹ്നം വിളിച്ചു. ആ സ്ഥലം PWDയുടെ സ്ഥലമാണ്, രാജേന്ദ്രന്റെ സ്ഥലം. അദ്ദേഹത്തിന് എന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. കയ്യേറ്റം. രാജേന്ദ്ര, താൻ പോയ വെറുതെ വഴക്കുണ്ടാക്കാതെ. കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമൊന്നും നീ ധരിക്കരുത്. സഭയിൽ പുതിയ താരോദയമായി അരുവിക്കരക്കാരൻ ശബരി. വെളിയിൽ നോക്കുമ്പോൾ വലിയ 4 കെട്ടുണ്ട്, 8 കെട്ടുണ്ട്, 10 ഉണ്ട്, ആനപ്പാപ്പാനുണ്ട്, ആനത്തോട്ടിയുണ്ട്, ആനപ്പിണ്ടമുണ്ട്. സത്യം പറഞ്ഞാൽ ആനയില്ല. വൈകിട്ട് എങ്ങനെ കഞ്ഞി കുടിക്കണമെന്ന് കഷ്ടപ്പെട്ട് ആലോചിക്കുന്ന ഒരു കാരണവരുടെ അവസ്ഥയാണ് പാവപ്പെട്ട സുധാകരൻ സാർ എന്നുള്ള കാര്യം ഞാൻ വിഷമത്തോടെ പറയുക. ഞാൻ പറയുന്നത് ഈ വേലയൊന്നും വേലായതിനോട് വേണ്ട. ആഡംബര കല്യാണത്തിൽപ്പെട്ട് പിണറായി. കല്യാണ നിശ്ചയം മുതൽ സാർ ഹണിമൂൺ ട്രിപ്പ് വരെ കോടാനുകോടി രൂപ ചെലവഴിക്കാനുള്ള ഒരു പ്രോജക്റ്റ് അവർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഇങ്ങനെയുള്ള അനുഭവം ആടി എത്തിയാലേ മനസ്സിലാവും ഇതാണ് സംഭവിക്കുന്നത്. മണി കയ്യിലുള്ളവന് 8ന്റെ പണി കൊടുക്കുന്ന പരിപാടിയാണ് SBI മുന്നോട്ട് കൊണ്ടുവന്നത്. ഒരു തവണ ATMൽ കയറിയാൽ 25 രൂപ പിടിക്കുന്ന പരിപാടി. അതിനു പുറമെ കാശിട്ടാലും ചെക്ക് എഴുതിയാലും മുഷിഞ്ഞ നോട്ട് മാറ്റാൻ കൊണ്ടുപോയാലുമൊക്കെ കമ്മീഷൻ കൊടുക്കേണ്ട അവസ്ഥ. ഉത്തരവ് വന്നതോടെ സംസ്ഥാന മണിമന്ത്രി ഐസക് സാർ സടകുടഞ്ഞ് എണീറ്റു. SBIയുടെ നടപടിക്കെതിരെ അക്കമിട്ട് വിമർശിച്ചു. എല്ലാം മനസ്സിലായ DYFIക്കാർ അതോടെ ബാങ്കിലെത്തി. സ്ഥലത്തെ പ്രധാന മാനേജരെ ബന്ദിയാക്കി. ഇന്നാദ്യം അതാകട്ടെ. ബാങ്ക് ഇടപാടുകാരിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിച്ചിട്ടുള്ള പിഴകളും സർവീസ് ചാർജുകളും അതിൽ വരുത്തിയിരിക്കുന്ന വർധനയും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒരു പൊതുമേഖലാ ബാങ്കാണ് എന്നുള്ള ഒരു പ്രാഥമിക കാര്യം പോലും മറന്നുകൊണ്ട് സ്വകാര്യ ബാങ്കുകൾ പോലും മറച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ് SBI പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് അവിശ്വസനീയമായി തോന്നിയത് കൊണ്ട് തിരുത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച ഉച്ചവരെ കാത്തു. ഏറ്റവും നീചമായിട്ടുള്ള കാര്യം ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം. നമ്മുടെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് ബാങ്കിൽ പോയി ഇടപാട് നടത്താനൊന്നും വലിയ പ്രയാസമാണ്. ഒരു ദിവസം ജോലി പോവും എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഏജന്റായിട്ട് ബാങ്കിൽ പണം അടയ്ക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ബിസിനസ് കറസ്പോണ്ടൻസ് അവർ വഴിയാണ് പിൻവലിക്കുന്നതെങ്കിൽ 2.5% കൊടുക്കണം. അവരോട് ഡെപ്പോസിറ്റ് ചെയ്താൽ 0.25 ഫീസ്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം 8 രൂപ വെച്ചിട്ടുണ്ട്. പക്ഷേ വിഡ്രോയലിന് മിനിമം ഉള്ളൂ 6 രൂപ മിനിമം കൊടുക്കണം. ഈ പാവങ്ങള് നമ്മുടെ കുടുംബശ്രീക്കാരോ മറ്റോ ഒക്കെ കൊണ്ടുപോയി ഇടുന്ന ചെറിയ തുകയുണ്ടല്ലോ, അതിന് മേടിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത്. നിന്നെ ഞാനിന്ന് കൊല്ലോണ കുരുത്തം കെട്ടവന്. നിന്നെ അതേടാ, ഞാൻ നിനക്കൊരു ശല്യാന്ന് എനിക്കറിയാടാ. മാത്രമല്ലടോ താഴെ മുഷിഞ്ഞ നോട്ടുകൾക്ക് 20 പീസിൽ കൂടുതലുണ്ടെങ്കിൽ 2 രൂപ ഒരു പീസിന് വെച്ച് കൊടുക്കണം. ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വിഡ്രോയൽസ് എന്നും പറഞ്ഞൊരു ലിസ്റ്റ് കൊടുത്തിട്ട് അതിൽ എന്താ ഈ ചെറിയ ചാർജുകളാണ്. സ്വന്തം ബാങ്കിൻ്റെ ATM നിന്നാണെങ്കിൽ 10 രൂപ,
അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കാണെങ്കിൽ 20 രൂപ, നേരിട്ട് ബാങ്കിൽ നിന്ന് ബ്രാഞ്ചിൽ നിന്ന് എടുക്കുന്നതിനെങ്കിൽ 50 രൂപ, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു പ്രകാരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്തത്. ബാങ്കിൽ നിന്ന് ജനങ്ങളെ അകറ്റുക, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും നടത്തുമ്പോൾ എങ്ങനെ ജനങ്ങളെ ബാങ്കിൽ നിന്ന് അകത്താൻ പറ്റുമെന്നുള്ളത്. എന്റെ പാൻറ്റൂരി പോയത് ഈ ഭ്രാന്തൻ നടപടിയുടെ പശ്ചാത്തലം SBI ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള നിഷ്ക്രിയ ആസ്തിയുടെ പ്രശ്നം. എന്തായാലും മന്ത്രിയുടെ പ്രതിഷേധവും ഡിവൈഎഫ്ഐയുടെ ഉപരോധവും വെറുതെയായില്ല, ഫലം കണ്ടു. അങ്ങനെ ഇടതു പ്രതിഷേധത്തിനൊടുവിൽ ഒരു ജനകീയ പ്രശ്നത്തിന് ഉടനടി തീരുമാനമായിരിക്കുന്നു. സഖാക്കൾക്ക് ആശ്വസിക്കാം. ഇനി സഭയിലേക്ക് വന്നാൽ കൂലങ്കഷമായ ചർച്ചയാണ് മൂന്നാർ കയ്യേറ്റത്തിൽ നടന്നത്. എതിർഭാഗത്തെ വാക്മുൻ ഉപയോഗിച്ച് കുത്തുന്നതിൽ വിദഗ്ധനായ സണ്ണി ജോസഫാണ് വിഷയം എടുത്തിട്ടത്. ആരുടെയും പേര് പറയാതെയുള്ള ഈ കുത്ത് പക്ഷേ എസ് രാജേന്ദ്രൻ്റെ നടുനെഞ്ചത്താണ് ചെന്ന് പതിച്ചത്. റവന്യൂ മന്ത്രി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. പക്ഷേ അവിടുത്തെ MLAയും ആ നാട്ടുകാരനായ മന്ത്രിയും സ്വീകരിച്ചത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടായിരുന്നു. കളക്ടറെയും സബ് കളക്ടറെയും അവരെ വിളിച്ച പേരുകളൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. എന്തായിരുന്നു അമ്മഹാങ്ങന്റെ സ്വപ്നം പറഞ്ഞേ? മന്ത്രി തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. MLAയും മന്ത്രിയും എതിരാണെന്ന് പറഞ്ഞ വാക്ക് രേഖകളിൽ കാണാൻ പാടില്ല. ഇതാണ് സാർ പോയിന്റ്. ശരി, ഞാൻ പേര് പറയാതെയാണ്. പക്ഷെ മന്ത്രി PC ജോർജിന് എഴുതി കൊടുത്ത മറുപടിയിൽ ബഹുമാനപ്പെട്ട രാജേന്ദ്രന്റെ പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം മന്ത്രിക്കാണ് മറുപടി, എനിക്കല്ല. കളക്ടറേയും സബ് കളക്ടറേയും കോന്തന്മാർ ഊളംപാറയ്ക്ക് അയക്കേണ്ടവർ എന്ന് പറഞ്ഞതും കാലുവെട്ടും കൈവെട്ടും എന്ന് പറഞ്ഞതൊക്കെ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ശ്രീ രാജേന്ദ്രൻ കുരിശ് വലിച്ചതിനെ കുറിച്ച് പോലും വ്യത്യസ്ത നിലപാടാണ് സാറുള്ളത്. വിഷയം അവിടെയും തീർന്നില്ല. രാജേന്ദ്രൻ കത്തിക്കയറി. അറിയാവുന്ന കാവ്യങ്ങളും ശ്ലോകങ്ങളും തുക്കട നമ്പറുകളെല്ലാം പയറ്റി. അങ്ങനെ ഓരോ അമ്പുകൾ എഴുതി രാജേന്ദ്രൻ കത്തി നിന്നു. അമ്പുകളെല്ലാം ചെന്ന് പതിച്ചത് PT തോമസിൻ്റെ നെഞ്ചത്തു. എന്ത് തണിയും இந்த சுதந்திர தாகம் എന്ത് മടിയും അടിമകളിൻ മോഹം. വളരെ അപ്പ എങ്കപ്പ വടിവേല ആണ്ടവ മുറുക. സാർ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു അവിശിഷ്ടമായ മൂന്നാർ പ്രദേശത്താണ് സാർ ഞങ്ങളിപ്പോഴും താമസിക്കുന്നത്. തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ കേരളത്തിലെ മലയാളികളായ അന്നത്തെ മുൻഗാമികളും എത്തിച്ചേർന്നിട്ടുള്ള ഇടുക്കി മൂന്നാർ പ്രദേശമായി അറിയപ്പെടുന്നത് മീനച്ചൽ താലൂക്ക് കോട്ടയത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട PC-യുടെ മണ്ഡലം വരെയായിരുന്നു താലൂക്ക്. ദേവികുളം താലൂക്കായപ്പോൾ പെരുവന്താനം വരെയായിരുന്നു മൂന്നാർ. സാർ, പിന്നീട് ഇടുക്കി 72 രൂപപ്പെട്ടപ്പോഴാണ് ദേവികുളത്തിൻ്റെ താലൂക്ക് പിന്നെയും ചുരുങ്ങുന്നത്. സാർ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൂന്നാർ സങ്കല്പത്തിൽ ഇപ്പോഴും പരിസ്ഥിതിക്കാർ അഥവാ വനം സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും അതിനുവേണ്ടി അവർ നടത്തുന്ന ശ്രമത്തിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നു. അതിൽ ഒരാളാണ് സാർ ഇവിടെ പലരും സംശയത്തിൽ നിർത്തിക്കൊണ്ട് പറയുന്ന ഒരു 8 സെന്റിലെ ജന്മിയായ എസ് രാജേന്ദ്രൻ. ഞാൻ ഇവിടെ നിൽക്കുന്നത് സാർ, ആ സ്ഥലം PWDയുടെ സ്ഥലമാണ്, രാജേന്ദ്രന്റെ സ്ഥലം. അല്ലാതെ ഭൂമിയില്ലാത്ത പാവപ്പെട്ട രാജേന്ദ്രൻ 8 സെന്റ് സ്ഥലം കയറി ഇങ്ങനെ ഈ സമയത്ത് അവഹരിക്കരുത്. അല്ല, ഇത് വിശദീകരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇടപെടരുത്. ഇത് ഞാൻ പറഞ്ഞോളാം, എന്താ പറയേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇത് എന്റെ സമയമാണ്. മനസ്സിലാക്കാൻ സൗകര്യമില്ലെങ്കിൽ പോവാം. രാജേന്ദ്രന്റെ 8 സെന്റിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ
നാളെ തൈക്കാട് ഗസ്റ്റ് ഹൗസിന്റെ മുറ്റത്ത് ആരെങ്കിലും പോയി 5 സെന്റ് സ്ഥലം കയ്യേറി ഒരു കുടില് വെച്ചാൽ എന്താണോ ഗവൺമെന്റ് നിലപാട് അത് തന്നെയാണ് രാജേന്ദ്രന്റെ കയ്യേറ്റത്തെ പറ്റിയും. അതുകൊണ്ടാണ് റവന്യൂ മന്ത്രി പറഞ്ഞ കാര്യം. ആ സ്ഥലം PWDയുടെ സ്ഥലമാണ്. ബഹുമാനീയനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PT പോലെയുള്ള ആളുകൾ രാഷ്ട്രീയ കച്ചവടം നടത്തരുത് എന്നുള്ളതാണ് എൻ്റെ വലിയ വിനിതമായ അഭ്യർത്ഥന. അദ്ദേഹത്തിന് എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. രാജേന്ദ്ര കയ്യേറ്റം. എന്താ സാർ ഇത്? காட்டிலே விளையாடி நடந்த மயிலை வலையில்லாம பிடித்து தீரும் தினையும் கொடுத்து நீரும் நெருப்பும் கொடுத்து பாச நேசம் கொடுத்து ஊரறியாம உலகறியாம அன்புக்கு பின்பு அன்பு படாம கண்டம் துண்டமா வெட்டி കളത്തിനെ പോട്ട് വാറ്റിണ്ടാക്കും ഇത് ശുദ്ധமான മയിലെണ്ണ. അദ്ദേഹത്തിന്റെ കൂടെ 1-2 ആളുകളും കൂടെ ഉണ്ട്. നമ്മുടെ മാതൃഭൂമിയിൽ വേണോ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ചോദിക്കാറില്ലല്ലോ, കോടതിയിൽ ഇങ്ങനെ ആളുകളോട് പെരുമാറാറില്ലല്ലോ, ഇങ്ങനെ ചാട്ടവാറ് കൊണ്ട് അടിക്കാറില്ലല്ലോ, നാക്ക് കൊണ്ട് എന്തടിയ ആളുകളെ അടിക്കുന്നത്? എന്തൊക്കെയാണ് അവർക്ക് അവകാശമുള്ളത്? സാർ അതിനൊരു നിയന്ത്രണം വേണം സാർ. ചോദ്യം ചോദിക്കാം. ന്യൂസ് അവരല്ല, അത് അഡ്വർടൈസ്മെന്റ് ആണ്. വിദേശ രാജ്യങ്ങളിലേക്ക് ഈ ഭൂമി ഒറ്റിക്കൊടുക്കുന്നതിന്റെ ഭാഗമായി കിട്ടുന്ന കാശിന്റെ ഭാഗമായി ഒറ്റിക്കൊടുക്കലാണ് സാർ. നിരോധിക്കണം സാർ. അന്വേഷണം വേണം സാർ. ഏത് വകുപ്പിലാണ് ചെറ്റ ഞാൻ നിന്നെ കളിയാവുന്നത്? എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാവടാ. അയ്യോ, എനിക്ക് സ്വന്തം പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയായിട്ടതില്ലടാ ചുറ്റിക്കളി. അവരുടെ മൂത്ത മോളിലടാ കനകറാണി. ഈയുടെ റൂട്ടിലിറങ്ങിയ പുതിയ പീസ്. അവളെ ഞാൻ സ്വന്തം പെങ്ങളെ പോലെ വിചാരിച്ച് എന്നൊക്കെ കെട്ടിച്ചേരാടാ. അപ്പൊ നീ എനിക്ക് അളിയനായില്ലടാ ചെറ്റ കുഞ്ഞിരാമോ. രാജേന്ദ്ര, താൻ പോയ വെറുതെ വഴക്കുണ്ടാക്കാതെ. എടാ കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമുള്ളൂ, നീ ധരിക്കരുത്. ഈ കൈയിന്റെ എല്ലാരും 4 പീസാക്കിയ പിന്നെ നീ ഒരുത്തന്റെ മുമ്പിൽ പൊക്കില്ലത്. PT മുൻഗാമികൾ ഇടുക്കിയിലാണ്. PT ആണ് വാസ്തവത്തിൽ എറണാകുളത്തിൽ പോയി കയ്യേറിയ ആള്. കയ്യേറ്റം നടത്തിയത് PT ആണ്, ഞങ്ങളല്ല. അല്ല, ഞാനത് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലല്ലേ പറയുന്നത്. അദ്ദേഹത്തിന്റെ അംശം ഒരു വീട്ടിൽ ഇടുക്കിയിൽ വന്ന് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ കയ്യേറ്റക്കാരുടെ ചായ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. ബാബു കുര്യാക്കോസിന് എത്ര ഏക്കറുണ്ട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? എന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ട PP തങ്കച്ചന് വേണ്ടെങ്കിൽ അവർക്കെല്ലാം സ്ഥലം വേണമെങ്കിൽ എഴുതി തരാൻ പറ. ഈ 0 ലാൻഡിൽ കൊടുക്കാറുന്നല്ലോ, 5 സെന്റ് വെച്ച് കൊടുക്കാറുന്നല്ലോ. അച്ചമില്ലേ അച്ചമെൻപതില്ലയോ ഉച്ചുമീത് വാണിടിந்து വീഴുകിன்ற போதிலும் അച്ചമില്ലേ അച്ചമെൻപതില്ലേ സമരം. ഇതിൽ മായമില്ലേ, മന്ത്രമില്ലേ, കള്ളമില്ലേ. சர்க்கஸ்காரனுக்கும் அபியாசிகளுக்கும் மிகவும் தேவை. உங்க உடம்பில் எலும்புகள் பிளாஸ்டிக் மாதிரி வளைவதற்கு சுத்தமான மயிலெண்ணெய் தேவை. மயிலெண்ணெய், இது மயிலெண்ணெய். മുറുകാവും മയിലെ കൊണ്ടുവിട്ടാൻ ആണ്ടവ. PT തോമസ് പൂഞ്ഞാറ്റിൽ നിന്ന് കുടിയേറിയതാണ് ഇടുക്കിയിലേക്ക്, എൻ്റെ നാട്ടിൽ നിന്ന്. രാജേന്ദ്രൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. രാജേന്ദ്രൻ വന്ന സാർ, അദ്ദേഹം എസ്റ്റേറ്റിൽ തൊഴിലെടുക്കാതെ ഒരു ടാക്സി ഡ്രൈവർ എന്ന നിലയിൽ മൂന്നാർ ടൗണിലേക്ക് വരികയാണ്. അന്ന് അദ്ദേഹത്തിന്റെ അമ്മാവന്റെ കൈവശിരുന്ന ആ 8 സെന്റിലാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നത്. ശരിയാണോ? എനിക്കറിയാം സാർ. അപ്പൊ അദ്ദേഹത്തെ ഓടിച്ചിട്ട് കാര്യം എന്താ? ഇവിടെ വന്ന് പ്രസംഗം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഇടവേളയാണ്. തുടർന്നും സഭയാണ്. ശബരിനാഥന്റെ ആർജവവും പിണറായി കണ്ട കല്യാണവും.